നമസ്കാരം. 19ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. മുകളിലത്തെയും താഴെയും ഈ രണ്ട് വശങ്ങളുടെ മിഡ് പോയിൻറ്റ്സ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഈ രണ്ട് വശങ്ങളുടെ മിഡ് പോയിൻറ്റ്സ് അത് ജോയിൻ ചെയ്തൊരു വര വരച്ചു. രണ്ട് ഡയഗണലും വരച്ചു. A square, its diagonals, and two other lines that joining the midpoints of the sides can be seen in the picture. What fraction of the square is shaded? ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ ലളിതമായിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. എത്ര ഭാഗമാണ് സ്ക്വയറിൻ്റെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. നമുക്കറിയാം ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇത് ഈ നടുക്ക് കാണുന്നതാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആകെയുള്ള സ്ക്വയറിൻ്റെ, വലിയ സ്ക്വയറിൻ്റെ 1/4 ഭാഗമാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ 16 ചെറിയ ഭാഗങ്ങളാവും. 1/4 ഭാഗം. ആ 1/4 ഭാഗത്തെ 4 തുല്യ ഭാഗങ്ങളാക്കുന്നു. ആ 1/4 ഈ സ്ക്വയറിനെയും വീണ്ടും 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കി മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ 16 ഭാഗിച്ചതിൻ്റെ 1 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സ്ക്വയർ ഈസ് ഷെയ്ഡഡ്? 1/16 എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഓപ്ഷൻസ് വിട്ടുപോയതാണ്. അത് അത്രയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡബിളിംഗ് എ പോസിറ്റീവ് നമ്പർ ഓൾവേസ് മേക്ക് ഇറ്റ് ലാർജർ. ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സ്ക്വയറിംഗ് എ പോസിറ്റീവ് നമ്പർ ഓൾവേസ് മേക്ക് ഇറ്റ് ലാർജർ. Taking the positive square root of a positive number always make it smaller. ഓക്കെ, ഇതിൽ ഏതാണ് ശരി? ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത് only 1 is true. ശരിയാണത്. കാരണം ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിപ്പോൾ ഫ്രാക്ഷൻ ആയാലും ഇൻറ്റിജർ ആയാലും എന്തായാലും ഇറാഷണൽ നമ്പർ ആയാലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ 2 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് അതിനേക്കാൾ വലിയൊരു നമ്പറായിരിക്കും. മേക്ക് ഇറ്റ് ലാർജർ. അപ്പോൾ ഏത് തരം പോസിറ്റീവ് നമ്പേഴ്സിനും അത് ശരിയാണത്. പക്ഷേ ബാക്കി 2 കേസിൽ സ്ക്വയറിങ് എ പോസിറ്റീവ് നമ്പർ, ഇപ്പോൾ 1/2 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1/4 ആണ്. അത് ആ എടുത്ത 1/2-നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ അത് എപ്പോഴും ശരിയാവുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത്. അതുപോലെ തന്നെ അടുത്തതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 1/4-ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 1/2 ആണ്. സ്മോളർ എന്നുള്ള കൺസെപ്റ്റ് അപ്പോഴും മാറി. ഇവിടെ ശരിയാവുന്നത് ഇവിടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ എ സ്കൂൾ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ് ഈസ് 3:5. നമ്പർ ഓഫ് ഗേൾസ് ടു ടീച്ചേഴ്സ് ഈസ് 6:1. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ദ ഗേൾസ്? വളരെ സിമ്പിളായിട്ട് കാണാം. 3:5 ആദ്യം തന്നിരിക്കുന്ന റേഷ്യോ. രണ്ടാമത് തന്നിരിക്കുന്ന റേഷ്യോ 6:1. അപ്പോൾ ഇവിടെ കണ്ട 5, ഇവിടെ 6. അത് ഈക്വലൻ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തേന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18:30. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30:5. ഒന്നിച്ച് ഫ്രാക്ഷൻ എഴുതിയാൽ 18:30:5 എന്ന് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 18:5 എന്ന് ഇത് കറക്റ്റാണ്. 18:5. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു പാരലോഗ്രമിൻ്റെ
3 ആംഗിൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് y എത്രയാണെന്നാണ് ചോദ്യം. അത് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ 2 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. തീർച്ചയായിട്ടും ആന്തര സഹകോണുകൾ എന്നൊക്കെ വേണമെങ്കിൽ അത് ആണല്ലോ. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കോഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ആണ്. അപ്പോൾ 5x മൈനസ് 70 is equal to 180. 5x plus 70 is equal to 180. Minus 70 is equal to 180. അങ്ങനെയാണെങ്കിൽ x is equal to 50 എന്ന് കിട്ടും. x is equal to 50 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ 2 ആംഗിളുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പോൾ എന്താണ് 2x മൈനസ് 30 എന്ന് പറയുന്ന ആംഗിളും 4y മൈനസ് 50 എന്ന ഈ ആംഗിളും ഈക്വലാണ്. ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 50 കൊടുത്തിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന കൃത്യ ഉത്തരം വൈകി കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഏരിയ ഓഫ് 3 adjacent faces of a rectangular box 1, 4 and 9. കണ്ടോ, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ അഡ്ജസൻറ്റ് ഫേസസിൻ്റെ ഏരിയ 1, 1, 4, 9 എന്ന് കാണാം നമുക്ക്. അപ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് LBH. അപ്പോൾ LH is equal to 4, BH is equal to 1, LB കണ്ടോ is equal to 9. അങ്ങനെയാണെങ്കിൽ L സ്ക്വയർ B സ്ക്വയർ H സ്ക്വയർ is equal to 36. LBH all square is 36. that is ഓളിയത്തിൻ്റെ സ്ക്വയർ ആണ് 36. ഓളിയം is 6 കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ 5 ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഫ്രാക്ഷൻസിൽ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. ആ 5 എണ്ണത്തിൽ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള 4 എണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 കിട്ടും. ഇപ്പം ഏതാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5ഉം കൂടി അങ്ങോട്ട് കൂട്ടി നോക്കൂ. 5ഉം കൂടി കൂട്ടി നോക്കുക കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കിട്ടുന്ന 21/18 ഈ 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് 1 + 3/18 എന്ന് കിട്ടി. ഈ 3/18 എന്ന് പറയുന്നത് 1/6 ആണല്ലോ. അതായത് 1 കിട്ടിയാൽ മതി, ഈ 1/6 ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് ഒഴിവാക്കേണ്ടത്, 1/6 ഒഴിവാക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ആ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, പെരിമീറ്റർ 60 എന്ന് തന്നിട്ടുണ്ട് ഈ ഫിഗറിൻ്റെ. അതിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് കണ്ടോ, ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് റെക്റ്റാങ്കിളിൽ നിന്ന്. അത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ഏരിയയ്ക്ക് മാറ്റം വരില്ല. കാരണം ഇവിടെയുള്ള ഈ 2 ഭാഗം ഈ മുകളിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നേനെ. അപ്പോൾ ഏരിയ അപ്പോഴും 60 തന്നെ ആയിരിക്കും, ഏരിയയ്ക്ക് മാറ്റം വരുന്നില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് എക്സ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ലെറ്റർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 18 പ്ലസ് ഇത് 8 ആണല്ലോ. 8 + x × 2 is equal to 60 എന്ന് നമുക്ക് എഴുതാം. ഈ എക്സ് തന്നെയാണ് ഇവിടെ കാണുന്ന എക്സ്. 8 + x-ഉം 18ഉം കൂടി കൂട്ടിയതിൻ്റെ × 2 is equal to 60. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഇത് 4 എന്ന് കിട്ടും. x is equal to 4 എന്ന് നമുക്ക് കിട്ടും.
അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യൂ. ഇത് 4 ആണെങ്കിൽ ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? 18 ഇൻറ്റു 12 അത് ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ. അതിൽ നിന്ന് നമുക്കൊന്ന് സബ്ട്രാക്ഷൻ നടത്തണമല്ല. ഏത്? 6 ഇൻറ്റു 4 24 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ 192 ആയിരിക്കും. ഇവിടെ ഒരേപോലുള്ള 4 റെക്റ്റാങ്കിൾസ് ചേർത്ത് വെച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്നർ സ്ക്വയറിൻ്റെ ഏരിയ 20 ഔട്ടർ സ്ക്വയറിൻ്റെ ഏരിയ 64. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ചെറിയ റെക്റ്റാങ്കിൾസ് ഉണ്ടല്ലോ, ഈ ചെറിയ റെക്റ്റാങ്കിൾസിൻ്റെ പെരിമീറ്ററാണ് വേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇത്രയൊന്നും ആവശ്യമില്ല ചെയ്യാനായിട്ട്. ഔട്ടർ സ്ക്വയറിൻ്റെ ഏരിയ അല്ലാതെ തന്നെ കിട്ടും. ഈ പുറമെ കാണുന്ന സ്ക്വയറിൻ്റെ ഏരിയ എത്ര? 64. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത്, വലിയ സ്ക്വയറിൻ്റെ ലെങ്ത്ത് 8. ഈ ലെങ്ത്ത് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പ്. അതായത് ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ 2 ചെറിയ റെക്റ്റാങ്കിളിൻ്റെ, ഇങ്ങനെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയതാണ് ഈ മൊത്തത്തിലുള്ള ഏരിയ 8. അങ്ങനെയാണെങ്കിൽ ആ ഒരെണ്ണത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 16. 8 ഇൻറ്റു 2 16 എന്ന് നമുക്ക് കിട്ടും. ഈ ചോദ്യത്തിന് ഉത്തരം നോക്കാം നമുക്ക്. ഇത് എത്രയാണ് ഈ തന്നിരിക്കുന്നതിൽ? സാധാരണ ടെറ്റ് പരീക്ഷയിൽ കാണുന്ന ഒരു ചോദ്യമാണിത്. 1/2നെ 1 മൈനസ് 1/2, 1/6നെ 1/2 മൈനസ് 1/3. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് കണ്ടോ, ഇവിടെ ഏറ്റവും അവസാനം നമുക്ക് 1/99 മൈനസ് 1/100 ഇതായിരിക്കും ഇവിടെ കാണുന്നത്, ഈ കാണുന്ന ഫ്രാക്ഷൻ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പിന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മൈനസ് 1/100 എന്ന് വരും. ഇത് 99/100 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം. ഓക്കെ, ചിത്രത്തിൽ എ ബിയും എ സിയും ഈക്വലാണ്. ഡി ഒരു പോയിന്റ്, ആ എ സിയിലൊരു പോയിന്റ്. പിന്നെ ബി ഡിയും ബി സിയും ഈക്വലാണ്. ബി ഡിയും ബി സിയും ഈക്വലാണ്. ബി ഡിയും ബി സിയും ഈക്വലാണ്. ഇപ്പോൾ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ബി ഡിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിള് എക്സ്, ഇവിടുത്തെ ആംഗിള് എക്സ്, 2 ഈക്വലാണ്. ഇവിടെ ആദ്യം പറയുന്നു എ ബിയും എ സിയും ഈക്വലാണെന്ന്. എ ബിയും എ സിയും ഈക്വലാണെന്ന്. എ ബിയും എ സിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിള് അതും എക്സ് തന്നെയാണ്. ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന 3 ആംഗിളും എക്സ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ആംഗിള്, അതിൽ നമുക്ക് ജസ്റ്റ് വൈ എന്നെടുത്തു കഴിഞ്ഞാൽ, വളരെ സിമ്പിൾ കാൽക്കുലേഷനോടുകൂടി നമുക്ക് ആംഗിൾ സമ്മൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് = 70 എന്നും കിട്ടും. അതിൽ നിന്ന് y = 30 എന്നും വളരെ എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഒരു കാൽക്കുലേഷൻ തന്നെ വേണ്ട. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വാലിറ്റി നോക്കി ആംഗിൾ സം 180 ആണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.